ഞാൻ മിനി. ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അച്ഛന്, അമ്മ, ചേച്ചി, അനിയത്തി, അങ്ങനെ ഫാമിലി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ഞാൻ ഫാത്തിമയാണ്. മിനിയായും ഫാത്തിമയായും ഞാൻ കോഴിക്കോട്ടുകാരി തന്നെയാണ് എന്നുള്ളതാണ് ചെറിയൊരു പ്രത്യേകത. ദൈവഭക്തിയുള്ള ആളായിരുന്നു ആദ്യമേ. പക്ഷേ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ഫാമിലിയാണ്. അതിൽ പ്രധാനമായും ഗണപതി എന്ന ദൈവത്തെ ആരാധിക്കുകയും ആ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതിൽ ആദ്യമേ തന്നെ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ ഓരോരോ പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തോ ഒരു അതൃപ്തി തോന്നി. അമ്പലങ്ങളിൽ പോകുമ്പോൾ തന്നെ അവിടുത്തെ പ്രതിഷ്ഠ ഏതാണ്, വിഗ്രഹം ഏതാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അവിടുത്തെ ബോർഡ് നോക്കി വായിച്ചാണ് മിക്കവാറും പ്രാർത്ഥിക്കാറുള്ളത്. ആ ഒരു സിസ്റ്റം നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തായാലും സൈലന്റ് ആയിട്ടാണ്. ആ നിശബ്ദമായ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൈവങ്ങളുണ്ടാകുമ്പോൾ അത് ഏതൊക്കെ ആഗ്രഹങ്ങൾ, പ്രശ്നങ്ങൾ, ആരോടൊക്കെ പറയണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ പിന്നെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതാകുമ്പോൾ ഓക്കെ, പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ദൈവം കേട്ട് അവര് ആ പ്രശ്നത്തിന് പരിഹാരമോ ആഗ്രഹപൂർത്തീകരണമോ ഒക്കെ തരുമല്ലോ. അപ്പൊ എവിടെ പോയാലും ദൈവമേ എന്നുള്ളൊരു വിളിച്ച് പ്രാർത്ഥിക്കല്, അതിലെനിക്കൊരു തൃപ്തി തോന്നി. പിന്നീട് ഞങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെ മുസ്ലിം കുടുംബങ്ങളില്ല, മുസ്ലിംസ് ഇല്ല. അതുകൊണ്ട് അവരുടെ ജീവിത രീതികള് അങ്ങനെയൊന്നും അറിയില്ല, ആചാരങ്ങളൊന്നും അറിയില്ല. അപ്പം മുതിർന്ന് കോളേജിലെത്തിയപ്പോഴാണ് വേറെ വേറെ മതങ്ങളെ പറ്റി കൂടുതലായി ശ്രദ്ധിക്കുന്നത്, മനസ്സിലാക്കുന്നത്. പിന്നെ അത് അവരായിട്ട് സംസാരിക്കും, അറിയും, പഠിക്കും, അങ്ങനെ ഇങ്ങനെ അറിഞ്ഞു വന്നു. അതിലിടയ്ക്ക് ഒരു ദിവസം വെറുതെ ഒരുപാട് ബുക്കുകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിന്റെ സംസാരത്തിനിടയിൽ പല മതങ്ങളും വിഷയമാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് ക്രിസ്ത്യൻ മതത്തോടാണ് കുറച്ച് താല്പര്യം തോന്നിയത്, ആകർഷണം തോന്നിയത്. എന്ന് വെച്ചാൽ അവരെ പ്രാർത്ഥനാ രീതി, അവരുടെ ഒരു ജീവിത രീതി ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതിൽ ഞാൻ ആഴ്ചതോറും കുരിശുപള്ളിയിൽ പോകാറുണ്ട്. കോളേജിൽ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഞാൻ കരുതിയത് ക്രിസ്തുമതത്തിലും ഏകദൈവ ആരാധന തന്നെയാണെന്നാണ്. പക്ഷെ അങ്ങനെ കൂടുതൽ അറിഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ ആ വിശ്വാസം, ധാരണ തെറ്റാണെന്ന് മനസ്സിലായത്. പിന്നീട് ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, എനിക്ക് നിങ്ങൾ ഖുർആൻ ഒന്ന് വായിക്കാൻ തരുമോ? വെറുതെ എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ, അല്ലാതെ ഇസ്ലാമിന്റെ പ്രത്യേക ഒരു ഇത് തോന്നിയിട്ടൊന്നല്ല. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് ഖുർആൻ വായിച്ച പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അപ്പൊ ഞങ്ങൾ കുറച്ച് ബുക്സ് ഇങ്ങനെ തരാന്ന് പറഞ്ഞിട്ട് അവര് വളരെ വലിയ സംഭവമായിട്ടൊന്നല്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ ബുക്സൊക്കെ തന്നു. വായിച്ചു, മനസ്സിലാക്കി. അതില് ഒരുപാട് കാര്യങ്ങളോട് എനിക്ക് വല്ലാത്ത എതിർപ്പ് തോന്നി. ഞാനത് അവരോട് പറഞ്ഞ് തർക്കിച്ച് എല്ലാത്തിനും അവർക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. അവർ ക്ഷമയോടുകൂടി എല്ലാത്തിനും മറുപടി പറഞ്ഞു തന്നു. അങ്ങനെ അവരുടെ അങ്ങനെയുള്ള തർക്കങ്ങള്, പഠനങ്ങള് അങ്ങനെ കൈ കഴിയുന്ന സമയത്താണ് ഇവിടെ കോഴിക്കോട് ഒരു സാൽവേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി വന്നത്. എന്നെ പോലെ ഇങ്ങനെ ഇസ്ലാമിനെ അറിഞ്ഞ് പഠിച്ച് വരുന്നവർക്ക് സാൽവേഷൻ ശരിക്കും ഒരു വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഒരുപാട് സംശയങ്ങൾ തീർക്കാൻ പറ്റി, ഖുർആനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി, ഇസ്ലാമിനെ അടുത്തറിയാൻ പറ്റി. അങ്ങനെ അവിടെ കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അഡ്രസ്സ് കൊടുത്തു. അവർ ബുക്സ് അയച്ചു വന്നു, കൂടുതലായിട്ട് പഠിച്ചു. എന്നിട്ടും എനിക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു വൈമനസ്യം, ശരിക്കും പറഞ്ഞാൽ പിശാചിന്റെ ഒരു പിൻവലി. വീട്, കുടുംബം, സുഹൃത്തുക്കൾ ഒക്കെ നഷ്ടപ്പെടും, ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഇറങ്ങിയാൽ. കാരണം എല്ലാവരും അത്രയ്ക്കും ഒരു വിശ്വാസികളാണ് ഹൈന്ദവ മതം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു പുച്ഛവും വെറുപ്പ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ച് ഒരു അങ്ങനെയൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി അവർക്ക്. അപ്പൊ ഞാനും ഇങ്ങനെ ആ ഒരു രണ്ടും മനസ്സായിട്ട് അങ്ങനെ നിന്ന്. പിന്നെ ഈ മരണം, അതേപ്പറ്റി ഇങ്ങനെ ആലോചിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് ഇസ്ലാമിനെ പറ്റി, നന്മത്തിന്മയെ പറ്റി, രക്ഷാശിക്ഷകളെ പറ്റിയൊക്കെ അറിഞ്ഞു. അപ്പൊ ഒരു പേടി, ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടും ഇനിയും
നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ഉള്ള ശിക്ഷ. പിന്നെ മനസ്സിൽ മരണത്തെയുള്ളൊരു പേടി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മരണം വരെയല്ലേ നമുക്ക് പ്രവൃത്തികളുള്ളൂ. ആ ഒരു പേടിയും കൂടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വന്നപ്പം ഒരു ദിവസം പൂർണ്ണമായും മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി നിയമപരമായി അതിനായുള്ളൊരു സ്ഥാപനത്തിലേക്ക് ഞാൻ ഇറങ്ങി. ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ച് ഞാൻ ഇറങ്ങി. സ്വാഭാവികം അത് വീട്ടുകാർ അറിഞ്ഞ് പോയി 2 ദിവസം അവിടെ നിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വന്ന് ബഹളം വെച്ച് അവിടെ ആകെ പ്രശ്നമായി. അമ്മ ആകെ കിടപ്പിലായി ഒക്കെ പറഞ്ഞ് അവരെന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു പോകാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ അവരെന്നെ ആശ്രമത്തിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ താമസിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അവിടുത്തെ സ്വാമിയോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു, കുറെ തർക്കിച്ചു. അപ്പോൾ സ്വാമി ഞാനൊരു അഹങ്കാരിയാണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു പറഞ്ഞു വിട്ടു അവരുടെ കൂടെ തന്നെ. അങ്ങനെ വീണ്ടും വീട്ടിൽ കുറച്ച് ദിവസം ഒരു വല്ലാത്തൊരു അവസ്ഥ. നമ്മളെ സ്വന്തം വീട്, മുറി, അവിടെ നമ്മളൊരു അജ്ഞാതമായൊരു സ്ഥലത്തൊക്കെ ജീവിക്കണ പോലുള്ളൊരു ജീവിതം. ശരിക്കും വല്ലാത്തൊരവസ്ഥ. എനിക്കാകെ ഞാൻ ആ 2 ദിവസം കൊണ്ട് പഠിച്ചത്, എനിക്കാകെ അറിയുന്നത് വജ്ഹത്തു ഫാത്തിഹ. ഇത് രണ്ടും വെച്ച് ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ് ഈ 2 ദിവസവും. എന്നെ ഇതിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണേ, ഇതൊന്നും പോക്കരുതേ. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ പലരും വന്ന് പല രീതിയിലായി എന്നോടുള്ളത്. ഉപദേശിക്കും, പിന്നെ വാഗ്ദാനങ്ങളൊക്കെ നടത്തും, സ്നേഹിക്കും, ചിലർ ചീത്ത പറയും, അങ്ങനെയൊക്കെ. എൻ്റെ പ്രാർത്ഥന അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഉത്സവം, ഒരു ഓണം കഴിഞ്ഞ ഒരു പിറ്റേ ദിവസം, ശരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം അറിഞ്ഞൊരു ദിവസം. അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. അവരൊന്ന് റെസ്റ്റ് എടുക്കാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്. ആ ദിവസത്തിൽ ഞാൻ വീണ്ടും ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ശരിക്കും അള്ളാഹുവിന്റെ കാവല് എന്താണെന്ന് അറിഞ്ഞ നിമിഷങ്ങൾ, സന്ദർഭമായിരുന്നു അത്. കാരണം വീട്ടിൽ നിന്നും കുറച്ച് നടക്കണം മെയിൻ റോഡിലേക്ക്, ഒരു ഇടവഴിയിലൂടെ. തീർച്ചയായും എന്നെ ആരെങ്കിലും വന്ന് വിളിക്കും, പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പ്രതീക്ഷിച്ച് തന്നെ ഞാൻ വെറുതെ ഇറങ്ങണ പോലെ അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ കാവൽ അത് ശരിക്കും അറിഞ്ഞ നിമിഷങ്ങളാണത്. ആരും എന്നെ വിളിച്ചില്ല, എന്നെ വന്ന് പിടിച്ചില്ല. അങ്ങനെ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തി. പിന്നെ കേസ്, കോടതി അതെല്ലാം പരിഹരിച്ച് ഇന്ന് ഞാൻ അൽഹംദുലില്ലാ നല്ലൊരു മുസ്ലിമായി ധൈര്യത്തോടെ, അഭിമാനത്തോടെ ജീവിക്കുന്നു. ധൈര്യത്തോടെ എന്ന് പറയാൻ എന്താ വെച്ചാൽ, കുറച്ചു കാലം ഞാൻ മുസ്ലിം ആയിട്ടും പള്ളിയിൽ പോകാൻ കഴിയാതെ, പുറത്തിറങ്ങാൻ കഴിഞ്ഞാതെ ജീവിച്ച നാളുകളുണ്ടായിരുന്നു. പേടിച്ച് കഴിഞ്ഞ ദിനങ്ങൾ. അതൊന്നുമില്ലാതെ ഇന്ന് ശരിക്കും അഭിമാനത്തോടു കൂടി ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. കാരണം എന്നെപ്പോലുള്ളവരുടെ അച്ഛനമ്മമാർക്കും കൂടെ ഹിദായത്ത് കിട്ടാൻ. അവർ നരകത്തിലാകുന്ന കാര്യം നമുക്ക് തീരെ ചിന്തിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് നിങ്ങളും കൂടെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അസ്സലാമു അലൈക്കും.